അമ്മയല്ലാതൊരു ദൈവമുണ്ടോ? അതിലും വലിയൊരു കോവിലുണ്ടോ? മിക്കവാറും ആൾക്കാർ കേട്ടിട്ടുള്ള ഒരു പഴയ ചലച്ചിത്ര ഗാനത്തിന്റെ ഒരു ലൈനാണിത്. വെൽക്കം ബാക്ക് ടു അജീസ് ക്രിയേഷൻ. ഇന്ന് ഞങ്ങളുടെ വീഡിയോയിൽ ഡോക്ടർ അൽഫോൻസ ഇവിടെ പറയുന്നത്, ഷെയർ ചെയ്യുന്നത് ഡോക്ടർ അൽഫോൻസയുടെ അമ്മയുടെ മെമ്മറികളാണ്. എന്നത്തെയും കാലത്ത് അമ്മ എന്ന രണ്ട് അക്ഷരത്തിന് ഉള്ള അത്ര അർത്ഥവും വ്യാപ്തിയും വേറെ ഒരു പദത്തിനും വേറെ ഒരക്ഷരത്തിനും ഇല്ല. ഈ കെട്ടകാലത്ത് കേൾക്കുന്ന പല കേസുകളുടെയും അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, എവറി സ്റ്റേറ്റ്മെന്റ് ഹാസ് ആൻ എക്സെപ്ഷൻ. സോ നിങ്ങളുടെ അമ്മയെക്കുറിച്ചുള്ള മെമ്മറി, അത് നല്ലതോ ചീത്തയോ സങ്കടപ്പെടുത്തുന്നതോ കുറ്റബോധമുള്ളതോ എന്താണെങ്കിലും കമൻ്റായി ഞങ്ങളെ അറിയിക്കുക. താങ്ക് യു. ഹലോ, ഇന്നത്തെ ടോപ്പിക് എൻ്റെ അമ്മ. അമ്മയെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹമായിരുന്നു. അജിയുടെ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് അതിപ്പോൾ ചെയ്യാൻ സാധിക്കുന്നു. ഈ വീഡിയോ കാണുന്ന എല്ലാവരും അവരുടെ അമ്മയെപ്പറ്റി ഓർക്കുകയും അല്ലെ അവരുടെ അമ്മയെ കാണുകയും അല്ലെ അവരുടെ അമ്മയ്ക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്ത് അമ്മയെ സന്തോഷിപ്പിക്കും എന്നാണ് എൻ്റെ ആഗ്രഹം. അമ്മയെ ഒന്ന് കാണാനും അമ്മയുടെ അടുത്തൊന്നിരിക്കുവാനും അമ്മയുടെ മൃദുലമായ കൈകളിൽ ഒന്ന് തൊടാനും അമ്മയുടെ തോളിലേക്ക് ഒന്ന് ചാരിക്കിടക്കാനും അമ്മയുടെ മടിയിലേക്കൊന്ന് കിടക്കാനും അമ്മയുടെ ചുടുചുംബനം ഒന്ന് കിട്ടാനും വേണ്ടി ഇപ്പോൾ എനിക്ക് വളരെ കൊതിയാവുന്നു. വെക്കേഷന് ഒരു മാസത്തെ അവധി എടുത്ത് അമ്മയെ കാണാനായിട്ട് പോകുമ്പോൾ അതിനു പുറമെ പല പ്ലാൻ ഉണ്ടാവും. ഷോപ്പിംഗ് കാണും, ഫ്രണ്ട്സിനെയും ഫാമിലിയും ഒക്കെ വിസിറ്റ് ചെയ്യാനുണ്ടാകും. അപ്പോൾ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ അമ്മ ചോദിക്കും, മോളെ നീ എന്നെ കാണാനല്ലേടി വന്നേ, പിന്നെ നീ എന്തിനാ അവിടെ ഇവിടെ പോണേ, വീട്ടിലിരുന്നുകൂടെ, വെളി പോകണ്ട, ഭയങ്കര ചൂടാ എന്നൊക്കെ അമ്മ പറയും. അപ്പോൾ നമ്മൾക്ക് പ്ലാൻ പലതാണ്. അപ്പം ഒരു കുറ്റബോധം ഉണ്ടാകും അമ്മ അങ്ങനെ പറയുമ്പോൾ. അങ്ങനെ പല പ്രാവശ്യം വെക്കേഷന് പോയി വന്നു. വെക്കേഷനൊക്കെ പോയിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത്, ഇങ്ങോട്ട് പോരാനുള്ള സമയത്ത് അമ്മ പറയും, മക്കളെ നിങ്ങൾ വരാൻ വേണ്ടി വർഷങ്ങളും മാസങ്ങളും ദിവസങ്ങളും ഞാൻ എണ്ണിയിരുന്നു. ഇപ്പോൾ ഇതാ നിങ്ങൾ വന്നു, പെട്ടെന്ന് സമയം പോയി, നിങ്ങളിപ്പം തിരിച്ചു പോവുകയാണ്, ഇനിയും നിങ്ങളെ എന്ന് കാണും. ഇങ്ങനെ വെക്കേഷനൊക്കെ കഴിഞ്ഞു, ഇവിടെ വന്നിട്ടൊക്കെ അമ്മയെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വിളിക്കുമായിരുന്നു. വിളിക്കുമ്പോൾ ഞാൻ സുന്ദരിക്കുട്ടി എന്നും പറഞ്ഞാണ് തുടങ്ങുന്നത്, തേനെ പാലയോ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി അങ്ങ് ചിരിക്കും. അങ്ങനെ പല പ്രാവശ്യം ഫോൺ വിളിച്ചു. ഒരു ദിവസം ഞാൻ സുന്ദരിക്കുട്ടി എന്ന് വിളിക്കാൻ മറന്നുപോയി. അപ്പോൾ എന്നോട് ചോദിച്ചു, മോൾ എന്തേ എന്നെ സുന്ദരിക്കുട്ടി എന്ന് വിളിക്കാൻ ചെന്ന്. അപ്പം അത് എല്ലാ അമ്മമാർക്കും ഇഷ്ടമാണ് ഇങ്ങനെ സുന്ദരിക്കുട്ടി എന്ന് വിളിക്കുന്നത്. റെസ്പെക്ട് അതേഴ്സ് അമ്മച്ചി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞങ്ങളോട് പറഞ്ഞു തരുമായിരുന്നു. അമ്മച്ചി വളരെ ഷാർപ്പായിരുന്നു, വളരെ മിടുക്കിയായിരുന്നു. പ്രായമുള്ള സമയത്തും കൂടിയ സമയത്തും വളരെ ഷാർപ്പായിരുന്നു. ടൈറ്റാനിക്കിൻ്റെ സ്റ്റോറിയൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു. എന്തെങ്കിലും കാര്യത്തിനൊക്കെ അമ്മച്ചെ ഞങ്ങൾ സന്തോഷിപ്പിക്കുമ്പോൾ എൻ്റെ മക്കളെ ദൈവം അനുഗ്രഹിക്കും എന്ന് പറയുമായിരുന്നു. അത് കേൾക്കാൻ വളരെ വളരെ സന്തോഷമായിരുന്നു ഞങ്ങൾക്ക്. സമ്മറിലൊക്കെ, അതായത് മധ്യവേനൽ അവധിയിൽ സ്കൂള് 2 മാസം അടച്ചാണ് ആ സമയത്ത് ഞങ്ങൾ മക്കളെല്ലാം കൂടി, അന്നൊക്കെ കുഞ്ഞു പ്രായമാണല്ലോ, 7, 8, 9, 10 ആ ഏജിലൊക്കെ ഗ്രൂപ്പ് ആണ്. അപ്പം നമ്മൾ 3, 4, 5 ഞങ്ങൾ കൊച്ചു പിള്ളേരുണ്ടായിരുന്നു. അപ്പം കളിക്കുകയും വഴക്കുണ്ടാക്കുകയും ബഹളം ഉണ്ടാക്കുകയും പറമ്പിന് ചുറ്റും ഓടുകയും വീടിന് ചുറ്റും ഓടുകയും കളിപ്പിക്കുകയും ഒക്കെ ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഞങ്ങൾ. അപ്പം പറയും, എൻ്റെ ദൈവമേ പള്ളിക്കൂടം തുറന്നാൽ മതിയായിരുന്നു, ഇതുങ്ങളെല്ലാം കൂടെ അങ്ങ് പോയേനെ, അപ്പൊ എനിക്ക് മനസ്സിന് തലയ്ക്കൊരു വെളിവ് കിട്ടിയേനെന്ന് പറയുമായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഓർക്കുന്നു. അമ്മ ഉദാരവതിയായിരുന്നു.
ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ ആങ്ങളമാരും ഒക്കെ മറ്റുള്ളവർക്കൊക്കെ വീടും ഉണ്ടാക്കി കൊടുക്കുകയും ബാത്റൂം ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുമ്പം അമ്മച്ചി പറയും, മോളെ നമ്മൾ ഒത്തിരി പേർക്കൊക്കെ വീടും ബാത്റൂമും ഒക്കെ ഉണ്ടാക്കി കൊടുത്തു, പക്ഷെ നമുക്കൊരു നല്ല വീടില്ല. അത് സാരമില്ലല്ലേ മോളെ, കാരണം നമുക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ ദൈവം നല്ല വീട് വെച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഞങ്ങൾ വെക്കേഷനൊക്കെ പോകുമ്പം ഞാൻ അമ്മച്ചിയുടെ പാദത്തിൽ ഇരിക്കുമായിരുന്നു. പാദത്തിൽ പോയി ഇരിക്കുമ്പം അമ്മച്ചിയുടെ കാലൊക്കെ ഉരുമ്മി കൊടുക്കുമായിരുന്നു. അപ്പം ഒരു ഉദ്ദേശം എന്നാന്ന് ചോദിച്ചാൽ, ചേച്ചിമാർ കിച്ചണിലുണ്ട്, അവരും അവിടെ ജോലിയൊക്കെ ചെയ്തോണ്ടിരിക്കുക. അപ്പം എനിക്ക് കിച്ചണിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നു ഒരു കാര്യം. പക്ഷെ അത് അമ്മച്ചിക്ക് വളരെ ഇഷ്ടമായിരുന്നു. പാദത്തിൽ അങ്ങനെ ഇരുന്ന് കഥകളൊക്കെ പറഞ്ഞ് കേൾക്കുകയും ഒക്കെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നത് വളരെ ഇഷ്ടമായിരുന്നു. അമ്മച്ചിയെ പറ്റി ഓർക്കുമ്പോൾ ചില കാര്യങ്ങൾ ഓർത്ത് ഞാൻ ചിരിച്ചു പോകാറുണ്ട്. അമ്മച്ചിക്ക് പശുവിനെ വളരെ ഇഷ്ടമായിരുന്നു. പശുവിന് പ്രത്യേക പേരൊക്കെ എടുത്ത് ഓവനിച്ചൊക്കെ വളർത്തുമായിരുന്നു. അതിന് പുല്ല് പറിക്കാനും അതിൻ്റെ പാൽ കറക്കാനും ഒക്കെ അമ്മച്ചി വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റായിപ്പോയി. അപ്പോൾ എൻ്റെ ചാച്ചൻ ചോദിച്ചു, നിനക്ക് പശുവാണോ അതോ ഞാനാണോ ഇഷ്ടം, ഇമ്പോർട്ടൻ്റ്? ഉടനെ അമ്മച്ചി പറഞ്ഞു, രണ്ടുപേരും ഒരുപോലെ. അപ്പോൾ എനിക്കത് വളരെ രസമായിട്ട് തോന്നി. സംഭവം അമ്മച്ചിയെ പറ്റി പറയുമ്പോൾ എനിക്ക് ചിരി വരുന്നത്, എൻ്റെ ചാച്ചൻ മരിച്ചിട്ട് കുറേ വർഷങ്ങളായി. അപ്പോൾ എൻ്റെ ആങ്ങളമാരൊക്കെ ഞങ്ങൾ ഇങ്ങനെ അച്ചാച്ചൻ്റെ കെയർ ഓഫിൽ അരിയൊക്കെ മറ്റുള്ളവർക്കൊക്കെ ദാനം ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം അമ്മച്ചി എന്നെ അടുത്ത് വിളിച്ചു പറഞ്ഞു, മോളെ ഇനി വാ. ഓക്കെ, ഞാൻ അടുത്ത് പോയിരുന്നു. ഞാൻ എൻ്റെ കാര്യം പറയട്ടെ. ഞാൻ പറഞ്ഞു ദൈവം കാരുണ്യവാനാണ്. അതുകൊണ്ട് ഇത്രയും വർഷങ്ങളൊക്കെ നമ്മൾ അരിയൊക്കെ കൊടുത്തോണ്ട് അച്ചാച്ചൻ തീർച്ചയായിട്ടും സ്വർഗത്തിൽ പോയി കാണും. അതുകൊണ്ട് നമുക്ക് ഈ അരി കൊടുക്കുന്നതൊക്കെ അങ്ങ് നിർത്താം. എനിക്ക് വളരെ രസമായിട്ട് തോന്നിയത്. അതുപോലെ തന്നെ അമ്മച്ചി ഭയങ്കര വൃത്തിയും മെനയൊക്കെ. പിന്നെ വേറെ കാര്യം, അമ്മച്ചി പന്നിക്കറിയും മീൻകറിയും ഒന്നും ഇഷ്ടമില്ലാത്ത ആളായിരുന്നു. അപ്പോൾ എൻ്റെ ആങ്ങളമാരെ കൂടി പന്നിക്കറിയും മീൻകറിയും ഒക്കെ വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞ പിന്നെ അമ്മച്ചി ആ പന്നിക്കറിയും മീൻകറിയുടെയും ചട്ടി മാറ്റി വെച്ചു. എന്നിട്ട് അതിനെ പന്നിച്ചട്ടിയെന്നും മീൻ ചട്ടിയെന്നും ഒക്കെ പേരിട്ടു. പിന്നെ അത് ഉപയോഗിച്ചിട്ടേ. ഞാനിപ്പോൾ എൻ്റെ അമ്മയെ പറ്റി ഇത്രയൊക്കെ പറഞ്ഞല്ലോ. നിങ്ങളും നിങ്ങളുടെ അമ്മയെ പറ്റി ഞങ്ങളോട് പറയുന്നോ? നിങ്ങൾ കമൻസിൽ ഇടുക.